കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ആനുകൂല്യം കൈപ്പറ്റുന്ന എല്ലാ മലയാളികളും ശ്രദ്ധിക്കുക. ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും നിരവധി ധനസഹായങ്ങൾ വീതം എത്തിച്ചേരുന്നു. ഓരോ വീടുകൾ കേന്ദ്രീകരിച്ച് വിവിധ ധനസഹായങ്ങൾ ക്രമീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ധനസഹായങ്ങൾ കുടിശ്ശിക തീർത്ത് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരുന്നതാണ് ഗുണഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായി തീരുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു നടപടിക്രമമാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഭാഗത്തു നിന്നും ആരംഭിച്ചിരിക്കുന്നത്. തദ്ദേശീയ തിരഞ്ഞെടുപ്പുകൾ അടുത്തിരിക്കെ തിരഞ്ഞെടുപ്പുകൾ വരാൻ പോകുന്നതിന് മുന്നോടിയായി തന്നെ വമ്പൻ ആനുകൂല്യ വിതരണമാണ് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചത്. സംസ്ഥാന സർക്കാരിന്റെ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾക്ക് പുറമെ ക്ഷേമനിധി ബോർഡുകൾ വഴി സർക്കാർ സഹായത്തോടുകൂടി പെൻഷൻ തുക വിതരണം ചെയ്യുമ്പോൾ വിവിധ സ്കീമുകളിൽ ഉൾപ്പെട്ട് പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കുൾപ്പെടെയാണ് കുടിശ്ശിക തീർത്തുള്ള വിതരണം ആരംഭിക്കുന്നത്. ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷനുകൾ, വിധവാ പെൻഷനുകൾ, ഭിന്നശേഷി പെൻഷനുകൾ, കർഷക തൊഴിലാളി പെൻഷനുകൾ, അവിവാഹിത പെൻഷനുകൾ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്ക് അക്കൗണ്ടുകളിലേക്കും സഹകരണ സംഘം ജീവനക്കാർ വഴി നേരിട്ടും തുക എത്തിച്ചേർന്നു തുടങ്ങിയിട്ടുണ്ട്. 26 ലക്ഷത്തോളം വരുന്ന ആളുകളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ആദ്യഘട്ട വിതരണം അവസാനിച്ചു കഴിഞ്ഞു. ഇതുവരെ ഗുണഭോക്താക്കൾക്ക് നവംബർ മാസത്തിലെ വർദ്ധിപ്പിച്ച പെൻഷൻ തുകയായ 2000 രൂപയുടെ വിതരണമാണ് സംസ്ഥാനത്ത് സജീവമായത്. ഇതോടൊപ്പം തന്നെ വിതരണം പൂർത്തിയാകുന്ന സാഹചര്യത്തിൽ ഡിസംബർ മാസത്തിലെ പെൻഷൻ തുക വിതരണ നടപടിക്രമങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചു കഴിഞ്ഞു. കുടിശ്ശിക വിതരണം ചെയ്തപ്പോൾ 1600 രൂപ വീതം എത്തിച്ചേർന്നിട്ടില്ലാത്ത ഗുണഭോക്താക്കൾക്ക് ഇന്നു മുതൽ തന്നെ കുടിശ്ശിക തുക അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരും. ഇതോടൊപ്പം തന്നെ കേന്ദ്രവിഹിതം വിതരണം ചെയ്തപ്പോൾ 500 മുതൽ 1000 വരെയും 1000 മുതൽ 2000 രൂപ വരെയും ഒക്കെ കുറവ് വന്നിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് കേന്ദ്രവിഹിതം PFMS സംവിധാനം വഴി ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് ക്രെഡിറ്റ് ചെയ്യപ്പെടുമെന്നും ധനവകുപ്പ് വൃത്തങ്ങൾ വ്യക്തമാക്കി. ഇതിനുള്ള തുക മുൻകൂർ അടിസ്ഥാനത്തിൽ അനുവദിച്ചിട്ടുമുണ്ട്. ക്ഷേമ പെൻഷൻ കുടിശ്ശിക തീർത്ത് വിതരണം പൂർത്തിയാകുന്ന സാഹചര്യത്തിൽ ഇനി വരാൻ പോകുന്നത് വിവിധ മേഖലകളിലേക്കുള്ള കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷനുകളുടെ വിതരണമാണ്. 19 മാസത്തെ പെൻഷൻ കുടിശ്ശിക പല ഗുണഭോക്താക്കൾക്കും നിലവിലുണ്ട്. ഇത്തരത്തിലുള്ള ഗുണഭോക്താക്കൾക്ക് 1-2 ഗഡുവെങ്കിലും അനുവദിച്ചേക്കുമെന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കെട്ടിട നിർമ്മാണ മേഖലകളിലെ പെൻഷൻ കുടിശ്ശിക ഉയരുന്നത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വെല്ലുവിളി ഉയർത്തുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ വിവിധ മേഖലകളിൽ നിന്നുള്ള തുക സമാഹരിക്കൽ നടപടികൾ പൂർത്തിയാകുന്ന സാഹചര്യത്തിൽ ഇവർക്കുള്ള വിതരണവും ആരംഭിക്കും. സാമൂഹ്യ സുരക്ഷ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് പുറമെ 1000 രൂപ വീതം ഓരോ സ്ത്രീ ഗുണഭോക്താക്കൾക്കും പെൻഷൻ തുക ലഭിക്കുന്ന രീതിയിലുള്ള പുതിയ പദ്ധതി കൂടി സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചിരിക്കുകയാണ്. ഇതിനുള്ള ഉത്തരവ് കൂടി സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും പുറത്തു വന്നിട്ടുണ്ട്. കേരള സർക്കാർ ആരംഭിച്ച സ്ത്രീ സുരക്ഷാ പദ്ധതിക്ക് കീഴിൽ 35-നും 60-നും ഇടയിൽ പ്രായമുള്ള സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സ്ത്രീകൾക്ക് പ്രതിമാസം 1000 രൂപ വീതം പെൻഷൻ ലഭിക്കും. മറ്റ് പെൻഷൻ പദ്ധതികളിൽ, അതായത് വിധവാ പെൻഷനുകൾ, സാമൂഹ്യക്ഷേമ പെൻഷൻ, കുടുംബ പെൻഷൻ, ക്ഷേമനിധി പെൻഷൻ എന്നീ പെൻഷനുകൾ കൈപ്പറ്റുന്നവർക്ക് അർഹതയുണ്ടായിരിക്കുന്നതല്ല. റേഷൻ കാർഡ് മഞ്ഞ അല്ലെങ്കിൽ പിങ്ക് ആയിരിക്കണം. 60 വയസ്സ് വരെയുള്ളവർക്ക് മാത്രമേ പദ്ധതിയിൽ ചേരാൻ കഴിയൂ. സത്യവാങ്മൂലത്തിനൊപ്പം പ്രായം തെളിയിക്കുന്നതിനായി ജനന സർട്ടിഫിക്കറ്റ്, സ്കൂൾ സർട്ടിഫിക്കറ്റ്, ഡ്രൈവിംഗ് ലൈസൻസ്, പാസ്പോർട്ട് എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് ഹാജരാക്കേണ്ടതാണ്. ഇവയുടെ അഭാവത്തിൽ ഒരു ഡോക്ടറുടെ സാക്ഷ്യപത്രവും പരിഗണിക്കുന്നതാണ്. അപേക്ഷകർ മറ്റ് സാമൂഹ്യക്ഷേമ പദ്ധതികളിൽ ഗുണഭോക്താക്കളായിരിക്കരുത്. ട്രാൻസ് വുമൺ വിഭാഗക്കാർക്കും അപേക്ഷിക്കാവുന്നതാണ്. കേരളത്തിൽ സ്ഥിരതാമസമുള്ളവരായിരിക്കണം. കേന്ദ്ര സംസ്ഥാന സ്വയംഭരണ ഗ്രാന്റ് ഇൻ എയ്ഡ് സ്ഥാപനങ്ങളിൽ സ്ഥിര അല്ലെങ്കിൽ താൽക്കാലിക ജോലിക്കായി കേരളത്തിന് പുറത്തുപോയവർക്ക് പദ്ധതിയിൽ അംഗത്വം ലഭിക്കില്ല. അതേസമയം സ്വകാര്യ സ്ഥാപനങ്ങളിലെ ജോലിക്ക് തടസ്സമില്ല. റേഷൻ കാർഡ് നീല, വെള്ള ആയി അപ്ഗ്രേഡ് ചെയ്തവർക്ക് പദ്ധതിയിൽ ചേരാൻ സാധിക്കില്ല. 1 മാസത്തിലധികം റിമാൻഡ് ചെയ്യപ്പെട്ടവർക്കും തടവ് ശിക്ഷ ലഭിച്ചവർക്കും ഈ സ്കീം ലഭ്യമല്ല. യോഗ്യതയില്ലാത്തവർ ഏതെങ്കിലും വിധത്തിൽ ഈ പദ്ധതിയിലെ പെൻഷൻ കൈപ്പറ്റിയതായി കണ്ടെത്തുന്ന പക്ഷം ആ തുക മുഴുവൻ 18% പലിശയടക്കം തിരികെ പിടിക്കുന്നതാണ്. അപേക്ഷകർ തങ്ങളുടെ തദ്ദേശ ഭരണ വകുപ്പ് സെക്രട്ടറിക്കാണ് ആപ്ലിക്കേഷൻ നൽകേണ്ടത്. പെൻഷൻ തുക പദ്ധതിയിൽ ഉൾപ്പെടുന്നവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ട് ട്രാൻസ്ഫർ ചെയ്തു നൽകും. വരും ദിവസങ്ങളിൽ കൂടുതൽ മേഖലകളിലേക്കുള്ള ആനുകൂല്യ വിതരണങ്ങൾ പ്രഖ്യാപിക്കും. വരും മണിക്കൂറുകളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക.